ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റിമയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് റിമ. ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ എൻ്റെ കല്യാണം നടന്നു. വീട്ടുകാർക്ക് നിർബന്ധമായിരുന്നു എന്നെ കല്യാണം കഴിച്ചയപ്പിക്കണമെന്ന്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇത്രയും ചെറുപ്പത്തിൽ കല്യാണം കഴിക്കേണ്ടെന്ന് ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞു നോക്കിയതാണ്. കാര്യം എൻ്റെ മനസ്സിൽ പണ്ടൊരാളുണ്ടായിരുന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ ഭവിച്ചില്ല. ഇപ്പോഴീ കല്യാണം വേണ്ടെന്ന് ഞാൻ കാല് പിടിച്ചെങ്കിലും ചെക്കൻ സുന്ദരനാണ്, നല്ല പണമുണ്ട്, ജോലിയുണ്ട്. ഈ സമയത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, നീ ഇനി കൂടുതൽ പഠിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞാണ് എന്നെ വിവാഹം കഴിച്ചത്. പറഞ്ഞതുപോലെ ഭർത്താവ് സുന്ദരനാണ്, എന്നോട് നല്ല സ്നേഹവുമുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇതുവരെയും മറ്റു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആ വീട്ടുകാർക്ക് കുട്ടികൾ പെട്ടെന്ന് വേണമെന്ന് നിർബന്ധമുള്ളവരാണ്. ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റൂ എന്നാണ് അമ്മായിമ്മയും അമ്മായച്ചനും എൻ്റെ ഭർത്താവുമൊക്കെ പറഞ്ഞത്. അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മാഡം, ഇനിയപ്പോൾ എനിക്ക് എൻ്റെ പഴയ കഥകൾ പറയേണ്ടി വരും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവനെ സ്കൂളിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാര്യം അത്രയ്ക്ക് സുന്ദരനായിരുന്നു. ഒരു സിനിമാ നടൻ്റെ കട്ടുണ്ട്. പല പെണ്ണുങ്ങളും അവന് വേണ്ടി മത്സരിച്ചു. പക്ഷേ അവൻ ഇത്തിരി ഷൈ ടൈപ്പായിരുന്നു. ആർക്കും വളയുന്ന ടൈപ്പാണെന്ന് പറയാനും പറ്റില്ല. പക്ഷേ നല്ല പുരുഷത്വമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊത്തിരി ഇഷ്ടം തോന്നും. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടെങ്കിൽ എനിക്ക് ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല മാർക്ക് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫോൺ കിട്ടിയത്. അതിൽ അൺലിമിറ്റഡായുള്ള നെറ്റും പിന്നെ വീട്ടിലെ വൈഫൈയും ഒക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റു പല വീഡിയോകളും കാണാൻ തുടങ്ങി. മിക്കവാറും വീഡിയോ കാണുന്ന സൈറ്റുകളിലായിരിക്കും എപ്പോഴും എൻ്റെ മനസ്സ്. പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പരതുകയായിരുന്നു. പക്ഷേ അതിൽ കാണുന്നവരെല്ലാം നല്ല സുന്ദരന്മാരാണ്. എന്ത് രസമാണ് അവരെ കാണാൻ. അത്തരമൊരു പയ്യനെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ സ്വപ്നം കണ്ടത്. കണ്ടാൽ വെളുത്തതായിരിക്കണം, അത്യാവശ്യം മീശയൊക്കെ വേണം, പിന്നെ ബോഡി അത് പെർഫെക്റ്റ് ഷേപ്പായിരിക്കണം. പാൻറ്റോ യൂണിഫോമോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക സ്റ്റൈലിൽ ശരീരത്തിൽ ഒട്ടിയിരിക്കണം. വേണ്ടത് മാത്രം തെളിഞ്ഞു കാണണം. അത് ആണത്തത്തിൻ്റെ അടയാളമായിട്ട് എനിക്ക് തോന്നി. കാര്യമില്ലേ മാഡം, വീഡിയോയിലൊക്കെ കാണുമ്പോഴേക്കും ആണുങ്ങളിങ്ങനെ വന്നു നിൽക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അകത്തൊളിപ്പിച്ച് വെക്കുന്ന രഹസ്യങ്ങൾ അവർ വെളിവാക്കുന്നത് കാണുമ്പോൾ പാൻറ്റിടുമ്പോഴേ മുന്നേ തന്നെ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയോ ഉണ്ടെന്ന്. അത്തരത്തിലുള്ള ആണുങ്ങളെയായിരുന്നു എനിക്കിഷ്ടം. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇവന് മാത്രമേ സർവ്വ പുരുഷ ലക്ഷണങ്ങളും ഒത്തുചേർന്നിട്ടുള്ളൂ. ആരും മോഹിക്കും. അവൻ ടൈറ്റ് പാൻ്റൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴില്ലേ മാഡം, എൻ്റെ നോട്ടം മുഴുവനും അവൻ്റെ മുഖത്തും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എന്തോ ഒരു സംഭവമുണ്ടെന്ന് എനിക്കന്നേ തോന്നിയിരുന്നു. എനിക്കാണെങ്കിൽ ദിവസവും രാത്രിയിൽ വീഡിയോ കാണുമ്പോൾ അവനെയാണ് ഓർമ്മ വരിക. ഞാൻ പലപ്പോഴും അതിലെ ആണുങ്ങളെ കാണുമ്പോൾ, അതായത് വീഡിയോയിലെ ആണുങ്ങളെ കാണുമ്പോൾ ഇവനെയാണ് മനസ്സിൽ വിചാരിക്കുക. വീഡിയോയിലെ ആണുങ്ങളെക്കാൾ മികച്ച ചില ക്യാരക്ടറുകൾ അവന് കാണും. അതവൻ പുറത്തെടുക്കുന്ന ദിവസം ഞാനായിരിക്കും അനാദിയായി അത് ഉൾക്കൊള്ളുക എന്നെൻ്റെ മനസ്സ് എപ്പോഴും പറയും. പല സമയത്തും അവനോടൊത്ത് ഞാൻ നന്നായി സ്വപ്നത്തിൽ രസിച്ച് മതിച്ചിട്ടുണ്ട്. പക്ഷേ നിത്യജീവിതത്തിൽ അങ്ങനൊന്നുമല്ല. എന്തൊക്കെ പറഞ്ഞാലും അവൻ പെണ്ണുങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ്. പഠിപ്പിസ്റ്റാണ്. പഠിപ്പിൻ്റെ കാര്യം മാത്രമേ ഓർമ്മയുള്ളെന്ന് തോന്നുന്നു. എനിക്കവനോട് ദേഷ്യമായിരുന്നു. ഞാൻ മിണ്ടാൻ ചെന്നാലും അവൻ താല്പര്യത്തോടുകൂടി സംസാരിക്കും. പക്ഷേ പ്രണയമോ മറ്റു ഭാവമോ ഒന്നുമില്ല. പ്രേമിച്ചില്ലെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും സാരമില്ലായിരുന്നു. എൻ്റെ കന്നിപ്പൂട്ട് തുറക്കാൻ ചാവിയുമായി അവൻ വന്നാൽ മതിയായിരുന്നു എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. എങ്കിലും ഞാൻ എപ്പോഴും ഓർക്കും, മറ്റാണുങ്ങൾക്കൊക്കെ എന്നെ എന്തിഷ്ടമാണ്, ഈ ചെക്കൻ മാത്രമെന്താ തിരിഞ്ഞു നോക്കാത്തത്, ഇവരെന്താ പൊന്നും കട്ട കൊണ്ടുണ്ടാക്കിയതാണോ? മറ്റു പെണ്ണുങ്ങൾക്കും ഇതേ വിചാരമുണ്ടായിരുന്നു. ഞാനൊരു ദിവസം എൻ്റെ കൂട്ടുകാരിയുണ്ട്, അവളോട് അറിയാതെ പറഞ്ഞു പോയി, എടി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത പ്രശ്നങ്ങളാണ്, വീഡിയോ കാണുമ്പോൾ ഇവനെയാണ് ഓർമ്മ വരുന്നതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വീഡിയോ കാണുമ്പോൾ ഇവനെ ഓർക്കാറുണ്ട്, പിന്നെ നമ്മുടെ സാറന്മാരെയും അടുത്ത വീട്ടിലെ ചേട്ടനെ പോലെ ഓർക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവരൊക്കെ ഉള്ളാരെ റെഡി ആയിരിക്കൂടി. ഈ കാലം അങ്ങനല്ലേ, നമുക്ക് പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ല. ഇപ്പോഴത്തെ കാലത്തെ പ്രശ്നങ്ങളൊക്കെ ഓർത്ത് അവർക്ക് ഒരു പേടി കാണും. അതുകൊണ്ടാണ് ആരും അടുക്കാതെ നിൽക്കുന്നത്. പലർക്കും ഞാൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ കയറി കാണും. പിന്നെ ഇതിനെന്ത് നിയമമാ? എടി റിമേ, നീ പൊട്ടത്തരം പറയാതെ. ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാം വലിയ പ്രശ്നമാണ്. ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു ചെന്ന് ഇലയിൽ
വീണാനും ആണുങ്ങൾക്കാണ് പ്രശ്നം. അത് നിനക്കറിയില്ലേ? എന്നാലും എൻ്റെ പൊന്നുമോളെ, ഇതൊക്കെ സഹിച്ച് എങ്ങനെ നിൽക്കാൻ പറ്റുന്നു? അപ്പോൾ അവൾ പറഞ്ഞു, എടീ, ആണുങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, അവരും കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. പിന്നെയും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്വന്തം കാര്യം നോക്കുന്നതിൽ കൂടിയല്ലേ? എന്താടി സ്വന്തം കാര്യം നോക്കുക? അപ്പോൾ മോളെ, നീ ഇതുവരെ തുടങ്ങിയിട്ടില്ലേ? ആണുങ്ങൾക്കെന്ന് പറയുമ്പോൾ ഡെയിലി ഇത് തന്നെ അടി പണി. പക്ഷെ പെൺകുട്ടികൾക്ക് പലർക്കും പേടിയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞ് ആണുങ്ങളെ സംശയിക്കുമോന്ന്. നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അല്ല, നീ ഈ വീഡിയോ ഒക്കെ കാണുന്നു, അപ്പോൾ സ്വയം എങ്ങനെയാണ് ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ടത് എന്ന് നീ പഠിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഞാൻ ചുരുക്കം കണ്ടിട്ടുള്ളൂ. ഒരു പെണ്ണില്ലടി വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ സംഗതി. അവൾ പറഞ്ഞു, അത് പ്ലാസ്റ്റിക് ഒന്നുമല്ല മോളെ, സിലിക്കണാണ്, അത് നല്ലതാണ് എന്ന് പറഞ്ഞു. അത് നിനക്കെങ്ങനെ അറിയാം? എടി, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ എനിക്ക് കൊണ്ടു തന്നു. ഞാനറിയാതെ നിനക്ക് ഏത് കൂട്ടുകാരൻ അത് നിനക്കറിയില്ല. എൻ്റെ കൂടെ 10 പഠിച്ചതാണ്. ഇപ്പം അവൻ ഈ സ്കൂളിലല്ല പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ പണ്ടേ ബന്ധമുണ്ടോ? പ്രേമമാണോ? പ്രേമമൊന്നുമല്ല. അവന് ഇക്കാര്യത്തിൽ ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഇവിടങ്ങുമല്ല. ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവനാണ് പറഞ്ഞത് അവന് വരണമെന്നുണ്ട്, പക്ഷെ സിറ്റുവേഷൻ ഇല്ല. എങ്കിലും തൽക്കാല ശമനത്തിന് വേണ്ടി അത്തരമൊന്ന് കൊണ്ടുതരാമെന്ന് അവനോട് പറഞ്ഞു. ഒരു ദിവസം അവൻ കൊണ്ടുവരികയും ചെയ്തു. ഏതോ തമിഴ്നാട്ടിലോ കോയമ്പത്തൂരിൽ നിന്നങ്ങാണ്ട് കടലിൽ നിന്ന് മേടിച്ചതാണെന്ന് പോലും. അവിടെ അത് കിട്ടുമെന്നും. എത്ര രൂപയുടെ വില എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, അവനൊരു 2000 അങ്ങനെ എങ്ങാണ്ടാണ് പറഞ്ഞത്. അത്രയും വിലയാകുമോ? അവൻ പറഞ്ഞത് വില കൂടുന്തോറും ഗുണം കൂടുമെന്നാ മോളേന്ന്. എടി, എന്നെ ഒന്ന് കാണിക്കാമോ അത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ വീട്ടിൽ വന്നാൽ മതി. കാണാനുള്ള ആകാംക്ഷയോട് കൂടിയാണ് ഞാൻ അവളുടെ വീട്ടിൽ പോയത്. മാഡം, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാമോ? എവിടെയെങ്കിലും അത് ഫിക്സ് ചെയ്ത് വെക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്ത്രീ സ്വമനസാലെ താഴേക്ക് പറന്ന് ചിറകിട്ടടിച്ചാൽ മതി. അവൾ എനിക്കത് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിനക്കെന്തെങ്കിലും വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണ്ട. ഇനി ഞാൻ പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് പുതിയതൊരെണ്ണം വരുത്തി തരാമെന്ന്. പക്ഷേ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ മാഡം? ഞാൻ പറഞ്ഞു, എടി, അങ്ങനെയല്ല, ഇത് ഞാൻ കൊണ്ടുപോവുകയാണ്, 2 ദിവസം വെച്ചിട്ട് നിനക്ക് കൊണ്ടുതരാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും എനിക്കിത് ആവശ്യമുള്ളതാണേ മോളെന്ന്. ഞാൻ പറഞ്ഞു, എടി, 1.5 ദിവസമെങ്കിലും ഞാനിതൊന്ന് പരീക്ഷിക്കട്ടെ എന്ന്. അങ്ങനെയാണ് മാഡം ഞാനും ഗിരിശൃംഗങ്ങളിലേറി പ്രയാണം തുടർന്നത്. എന്തായാലും ഒറിജിനലിനെ വെല്ലുമോ? ഡ്യൂപ്ലിക്കേറ്റ് ഒരിക്കലുമില്ല. ഒറിജിനലിന് വേണ്ടിയിട്ടുള്ള ദാഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാവം മാറി. കാര്യം, ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു യുവതിയായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ അടുത്ത് പോയി അവനെ സംസാരിക്കാനും തട്ടാനും മുട്ടാനും എൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ അറിയിക്കാനും ഞാൻ പലതും പറഞ്ഞു. അവനത് മനസ്സിലായി. അവനിത്തിരി പേടിയുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇടയ്ക്കൊരു കൊത്തുകൊടുത്ത് അവനെ ഒരു ജവാനായി അവിടെ നിർത്തി. അവന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. എന്നോടൊരു ദിവസം പറഞ്ഞു, ഒരു സ്ഥലവും സൗകര്യമില്ല, എനിക്ക് പേടിയുമാണെന്ന്. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ വർഷം ടൂറുണ്ട്, ആ സമയത്ത് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ റെഡിയാക്കണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഗ്രീൻ സിഗ്നൽ തന്നു. അങ്ങനെ 3 രാത്രിയുള്ള ടൂറിൻ്റെ സമയം വന്നു. എല്ലാവരും ഉത്സാഹത്തിലായിരുന്നു. മറ്റു പെണ്ണുങ്ങൾ എന്നെപ്പോലെയല്ല. അവളുമാരൊക്കെ പല പടിപ്പുരകളും ചാടിക്കടന്ന് ഏത്തവാഴത്തോട്ടത്തിൽ കയറി ഒന്ന് നോക്കിയിട്ടുള്ളവളുമാരാണ്. അപ്പോൾ അവളുമാരുടെ എക്സ്പീരിയൻസ് എനിക്കില്ലല്ലോ. അങ്ങനെ ടൂറിൻ്റെ ദിവസമായി. രാത്രിയിലാണ് പുറപ്പെടുന്നത്. എല്ലാവരും വന്ന് അവിടെയും ഇവിടെയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ അവിടെ ഒരു ടീച്ചറുണ്ട്, സ്റ്റെല്ല. ടീച്ചർക്കാണെങ്കിൽ ആൺപിള്ളേരെയും പെൺപിള്ളേരെയും ശ്രദ്ധിക്കുന്നതാണ് വലിയ ജോലി. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിലൊന്നും ഒരു കുഴപ്പവും പറയില്ല. വാണിംഗ് ചെയ്യും, ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറയും. അതായത് കൂടുതൽ കേളി നടന വിലാസങ്ങൾ നമ്മൾ എടുക്കരുത്, ലിമിറ്റ് ചെയ്യണമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതൊക്കെ ഞങ്ങൾ പലതവണ കേട്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ ചെക്കൻ വന്നു കഴിഞ്ഞപ്പോഴേ ബസ്സിൻ്റെ പുറകിലേക്ക് ഞാൻ അവനെ കണ്ണ് കാണിച്ചു. അവിടെ ഒരു മരത്തോട് ചേർന്നിട്ടാണ് ബസ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ പുറകിലേക്ക് മാറി നിന്നു. അവന് ധൈര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ അവനോട് പറഞ്ഞു, നീ മാതളക്കുടങ്ങളിൽ നിന്ന് തേൻ കുടിക്കുന്ന തുമ്പിയാകുമെന്നും. അവന് കാര്യം പിടികിട്ടി. പെട്ടെന്ന് തന്നെ അവൻ ആവേശം മൂത്തു. എനിക്കും തോന്നി, കൊള്ളാം, ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഒത്തിരി മെച്ചമാണ് അവൻ എന്ന് വിചാരിച്ചു. എല്ലാം ഒരു 2-3 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എനിക്ക് അവൻ്റെ തുടക്കം വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഉള്ളിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്ന സ്വർണ്ണനിധി, അത് വൈരമോ മുത്തോ
പവിഴമോ അതറിയാനുള്ള എൻ്റെ ശ്രമവും അവിടെ നിന്ന് നടന്നു. പക്ഷേ എല്ലാം പ്രാഥമികമായ ഒരു കൃത്യം മാത്രം. സ്റ്റെല്ല ടീച്ചർ ഇത് കണ്ടുപിടിച്ച് അവിടേക്ക് വന്നു. ഞങ്ങൾ പെട്ടെന്ന് പിന്മാറി. ടീച്ചർ ഞങ്ങളെ തുറച്ചു നോക്കി. മതി മതി, കയറിപ്പോ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ദേഷ്യപ്പെട്ടു. അവൻ പേടിച്ച് പെട്ടെന്ന് മുന്നിലേക്ക് നടന്നുപോയി. ഞാൻ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ പറഞ്ഞു, ഇങ്ങോട്ട് വന്നേ. എടി, നീ കുരുത്തക്കേടം കൊണ്ട് തലതെറിച്ച് നടക്കണമെന്ന് എനിക്കറിയാം. നീ സൂക്ഷിക്കണം. ഇത് കൈ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് വെച്ച് തന്നു. രഹസ്യമായിട്ട് ബാഗിൽ സൂക്ഷിക്കാനും പറഞ്ഞു. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ടീച്ചർ പറഞ്ഞു, എടി, ഇതൊന്നുമില്ലാതെ ഒരിക്കലും നീ മുന്നോട്ട് പോകരുത്. കാര്യം വലിയ പ്രശ്നമാകും. അവനെ എന്തായാലും നീ ആവാഹിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണെന്ന് എനിക്ക് ആദ്യമേ തോന്നി. കഴിഞ്ഞ ആഴ്ചയിൽ തോന്നി. നിന്റെ മട്ടും ഭാവമൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അബദ്ധം പറ്റാതെ സൂക്ഷിച്ചു. പെണ്ണുങ്ങൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കയറി ബസ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഉറക്കത്തിലായി. ഏറ്റവും പുറകിൽ മാത്രം ആരുമില്ല. അവനാണെങ്കിൽ വേറൊരു ചെക്കൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഞാൻ പുറകിലേക്ക് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ തലക്കിട്ട് ഒരു കിഴുക്ക് കൊടുത്തു. അവൻ ഉറങ്ങിയിരുന്നില്ല. എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അവനും എഴുന്നേറ്റ് പുറകിലേക്ക് വന്നു. ഞാൻ അവൻ്റെ മടിയിൽ കിടന്നു. അവനോട് ചോദിച്ചു, എന്താ അതിൻ്റെ ഉദ്ദേശമെന്ന്. ഞാൻ പറഞ്ഞു, ചുംബന വർഷങ്ങളാൽ എന്നെ മൂടുമെന്ന്. പിന്നെ അവിടെ ഹോളിവുഡ് പടങ്ങൾ പോലും തോൽപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നടന്നത്. പിന്നീട് മാഡം, അവൻ ഇങ്ങോട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് പക്ഷേ അതൊന്നുമായിരുന്നില്ല ചിന്ത. എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിച്ച നിധി സ്വന്തമാക്കി അത് അറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നീട് ഞാൻ അവനെ വെറുതെ വിട്ടില്ല. കാര്യം അവനോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഇന്നൊന്നും കഷ്ടപ്പെടണ്ട, ഞാൻ കഷ്ടപ്പെടും. ഇന്ന് വെളുക്കുവോളം ഞാനൊരു പാചക ഷോയിലെ ജഡ്ജായിരിക്കും മോനെ. ഞാനിന്ന് എല്ലാ വിഭവങ്ങളും രുചിച്ച് നോക്കും എന്നവനോട് പറഞ്ഞു. ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് അത്രയും അഡ്വാൻസ്ഡായുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ച് കാണില്ല. വെളുക്കുവോളം ഞാൻ എൻ്റെ സ്നേഹം പകർന്നു നൽകിയിട്ടും അവനും എനിക്കും ഒന്നും മതി വന്നില്ല. ഉൾക്കൊള്ളാനാവുന്നതിലും അധികമായിരുന്നിട്ടും എൻ്റെ സ്നേഹം വഴിഞ്ഞൊഴുകുകയായിരുന്നു. പിറ്റേന്ന് രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു മാഡം. പക്ഷേ അതിനു ചുറ്റും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എല്ലാവരും അവരുടേതായ വഴി തേടി പോയിരിക്കുകയാണ്, ടീച്ചർമാർ പോലും. അതുകൊണ്ട് തന്നെ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും എല്ലാം അറിയാം. ഒരിക്കലും പ്രശ്നമുണ്ടാക്കരുത് എന്നുള്ള വാണിംഗ് മാത്രമേ എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നുള്ളൂ. ഞാനും പോയി മാഡം. ഇരുണ്ട മഴക്കാടുകൾ പോലുള്ളൊരു സ്ഥലത്തേക്ക്. അവിടെ വെച്ച് ഞാൻ അവനോട് പറഞ്ഞു, ഇന്ന് ആവേശം കൊള്ളുന്ന ദിവസമാണെന്ന്. അവൻ പറഞ്ഞു, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാകില്ലേ, ആദ്യമല്ലേന്ന്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല. കൊമ്പുള്ള കാള പാഞ്ഞു വരുമ്പോൾ വേലിപ്പത്തലിൻ്റെ മതിലിന് എന്ത് പ്രസക്തിയെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവൻ പൊട്ടിച്ചിരിച്ചു. അത് എനിക്കും വളരെ നന്നായിരുന്നു. അത്യധികമായ സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷമാണ് കാളക്കുട്ടൻ പാഞ്ഞു വന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ആദ്യം തടസ്സങ്ങളൊന്നുമില്ലാതെ, പക്ഷെ സൂക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞത് നമുക്ക് പ്രയോഗിച്ചേ മതിയാവൂന്ന് പറഞ്ഞു. അവൻ അതിന് യെസ് മോളി. 10-15 മിനിറ്റോളം കാളക്കുട്ടൻ പുൽമേട്ടിൽ തുള്ളിക്കളിക്കട്ടെ, മേങ്ങി നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനു വേണ്ട റിലാക്സേഷൻ. അതുമാത്രമല്ല, പുൽമേട് മുഴുവനും ഒന്ന് സാർത്ഥകമായി തീരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ് മാഡം ഞാൻ ടീച്ചർ പറഞ്ഞ കാര്യത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ ക്ഷണിച്ചത്. ശ്രദ്ധ ക്ഷണിക്കൽ വളരെ നന്നായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ എത്ര നേരം പോയെന്നറിയില്ല. എന്തായാലും പോരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴേക്കും മറ്റു പലരും പോര് തുടരുന്നുണ്ടായിരുന്നു. എല്ലാം അവിടെ സ്മൂത്തായിട്ട് പോയി. അങ്ങനെ 3 രാത്രികളുണ്ടായിരുന്നു മാഡം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായിരുന്നു. പക്ഷേ അവിടുന്ന് പോന്നു കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് അവനെ അങ്ങനെയൊന്നും കാണാനുള്ള അവസരം ഉണ്ടായില്ല. എന്തായാലും ഇത് കഴിഞ്ഞതോടുകൂടി അവനെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. ഇനിയും ഇതിൽ സുന്ദരന്മാരുണ്ടോ എന്നാണ് എൻ്റെ മനസ്സ് തേടിയത്. പക്ഷേ എൻ്റെ ചില കാര്യങ്ങളോട് നിലയ്ക്കുകയായിരുന്നു. അന്ന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും വേറെ 3-4 പെണ്ണുങ്ങൾക്ക് പ്രശ്നം സംഭവിച്ചു. അത് സ്കൂളിൽ പാട്ടായി. വീട്ടുകാരെ കൊണ്ടുപോയി അതൊക്കെ ഒഴിപ്പിക്കുകയായിരുന്നു. പക്ഷേ മാഡം, എനിക്കത് പറ്റില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ടീച്ചർ എനിക്ക് സുരക്ഷ തന്നല്ലോ. പക്ഷേ എൻ്റെ കാര്യവും കുളമായി. 2 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് വരുന്ന ഒന്നല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓർത്തു ദിവസങ്ങൾ മാറിപ്പോയാലും എനിക്ക് പ്രശ്നമില്ലെന്ന്.
അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ ശ്രദ്ധ വെച്ചില്ല. അവസാനം 2-2.5 മാസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണെന്നും. ഇനി എന്ത് ചെയ്യാനാണ്? ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അമ്മയുടെ കാല് പിടിച്ചു. അമ്മയെന്ന് പറയാനൊന്നുമില്ല. ശരിക്കും എന്നെ അമ്മ ശരിയാക്കില്ലെന്നേ ഉള്ളൂ. അമ്മയുടെ ഒരു സഹോദരിയോടൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെല്ലാം കൂടെ വന്ന് പല സ്ഥലത്തും എന്നെ കൊണ്ടുപോയി. പലരും സമ്മതിക്കില്ലായിരുന്നു. പല ഡോക്ടർമാർക്ക് സമ്മതമല്ല. ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ലല്ലോ. അവസാനമാണെങ്കിൽ പിന്നെ അമ്മ ഒരാളെ കണ്ടുപിടിച്ചു. അങ്ങേര് 1,00,000 രൂപ ചോദിച്ചു. അതമ്മ കൊടുത്തു മാഡം. അങ്ങനെയാണ് ഒഴിവാക്കി കിട്ടിയത്. മറ്റു പല പെൺകുട്ടികളും ഇതേപോലെ തന്നെയായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ഇതൊക്കെ ഉപയോഗിച്ചിട്ടും എനിക്ക് എന്താണ് മാഡം ഇങ്ങനെ സംഭവിച്ചത്? ഞാനത് ഒത്തിരി വിശ്വസിച്ചിരുന്നു. ടീച്ചർ തന്നതല്ലേ, അതിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും ഏതെങ്കിലും രീതിയിൽ നശിച്ചു പോവുകയും ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് മാഡം എനിക്കിങ്ങനെ ഉണ്ടായെന്ന് അന്ന് മുതൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പറ്റിയത് പറ്റി. ഞാൻ അനുഭവിക്കാനുള്ളത് അനുഭവിക്കുകയും ചെയ്തു. വീട്ടുകാരുടെ ഇടയിലും ഞാൻ നാറി. പക്ഷേ പുറത്താരും അറിയാതെ രക്ഷപ്പെട്ടു. പണം പോയതിൽ ഇപ്പോഴും എൻ്റെ വീട്ടുകാർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ എന്നെ കെട്ടിച്ചിടാമെന്ന് അവർ തീരുമാനിച്ചെന്ന് തോന്നുന്നു. എന്നോട് ഡയറക്റ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ കാരണമാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയാം മാഡം. ഭർത്താവിനോടൊത്ത് ഞാൻ ഇപ്പോൾ അടങ്ങിയൊതുങ്ങി ജീവിക്കുകയാണ്. കാര്യം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന ഒരാളാണ് ഭർത്താവ്. പിന്നെ ഞാൻ മോഹിച്ച ആദ്യത്തെ അവനേക്കാൾ കുറച്ചുകൂടി മെച്ചവുമാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഭർത്താവിനോട് മാക്സിമം ഞാൻ എല്ലാ രീതിയിലും നന്നായിട്ട് സഹകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നോട് സ്നേഹവും മതിപ്പുമുണ്ട്. ഭർത്താവിനെ ഞാൻ കൂടുതൽ സ്നേഹിച്ച് വഷളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എൻ്റെ ഭർത്താവ് കുഴപ്പക്കാരനല്ല, നല്ല മനുഷ്യനാണ്. ഇവിടെ ഇപ്പോൾ കുഴപ്പം കുട്ടിയോട് നിർബന്ധിക്കുന്നതെല്ലാം മറ്റുള്ളവരാണ്. ഇവിടെ അമ്മായപ്പന് ഇത്തിരി പ്രോബ്ലമുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എത്രയും പെട്ടെന്ന് കുട്ടികൾ വേണമെന്ന് പറഞ്ഞ് അമ്മായിമ്മയും നാത്തുമാരും ഒക്കെ നിർബന്ധിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഭർത്താവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യമൊക്കെ പറഞ്ഞത് അത് സാരമില്ല, നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, എന്നും നമ്മൾക്കിടയിൽ പഞ്ചവാദ്യമുണ്ടല്ലോ, ഇത് നടക്കും എന്നാണ് പറഞ്ഞത്. ശരിയാണ് മാഡം, ഒത്തിരി ആക്റ്റീവാണ്. പക്ഷേ ഇപ്പോൾ പോകെ ഹസ്ബൻഡിനോട് പറയുകയാണ് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യാം. ആർക്കാണ് പ്രശ്നമെന്ന് അറിയാമല്ലോ, 2 പേർക്കും ഒരുപോലെ ചെക്കപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു വേണ്ട, കാത്തിരിക്കാമെന്ന് പറഞ്ഞ് ഭർത്താവിനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും നിർബന്ധിക്കുകയാണ്. ഡോക്ടറെ കാണുമോളെ, പരിശോധിക്കൂ, എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞതല്ലേ, ഒരു പ്രശ്നവുമില്ലല്ലോ, ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. മാഡം എനിക്കിപ്പോൾ പേടിയാണ്. ഞാൻ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ കാര്യങ്ങൾ ഡോക്ടർക്ക് മനസ്സിലാകില്ലേ? അതുവഴി എൻ്റെ ഭർത്താവിന് മനസ്സിലാകില്ലേ? എൻ്റെ പഴയ ഹിസ്റ്ററി എല്ലാം ഡോക്ടറോട് പറയേണ്ടി വരില്ലേ? അന്ന് എനിക്കുണ്ടായ അബദ്ധം ഒഴിപ്പിച്ച് കളഞ്ഞല്ലോ. അതുകൊണ്ടാണ് മാഡം എനിക്കിപ്പോൾ കുട്ടികളുണ്ടാകാത്തത്. എനിക്ക് കുട്ടികളുണ്ടാകില്ലേ? എനിക്ക് ആ കൂടെ പേടിയാണ്. ഈ ജീവിതത്തിലും ഞാൻ നാണം കെട്ട് പോകുമോ? വീട്ടുകാർ എന്നെ വെറുതെ വിടില്ല. ഇതൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദാമ്പത്യ ജീവിതം തകർന്നാൽ വീട്ടുകാർ പോലും എന്നെ സ്വീകരിക്കാൻ തോന്നുന്നില്ല മാഡം. എൻ്റെ ഭർത്താവും വീട്ടുകാരും ഒട്ടും സ്വീകരിക്കില്ല. ഞാനിപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ്. എന്ത് ചെയ്യണം മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പേടിയും ടെൻഷനുമാണല്ലോ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഭാര്യ ഭർത്താവും കൂടെ ഏകദേശം 2 വർഷം പോലും ഒന്നിച്ച് കഴിഞ്ഞിട്ട് 2 പേർക്കൊരു കുഴപ്പമില്ലെങ്കിൽ പോലും കുട്ടികളുണ്ടാകാൻ താമസിക്കുന്ന രീതിയിൽ കാണാറുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് പ്രശ്നങ്ങൾ വരാമല്ലോ, കൗണ്ട് കുറവൊക്കെ വരാം. സ്ത്രീകൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഇറഗുലറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഹോർമോണൽ ഇഷ്യൂസും ആകാം. അതൊക്കെ ഈ പറഞ്ഞതുപോലെ പരിശോധിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ആദ്യം നിങ്ങൾ തനിയോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. അപ്പോൾ ആ ഡോക്ടർ ചെക്ക് ചെയ്യും. ആ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ നാട്ടുകാരോട് പറയില്ലല്ലോ. അവിടെ അത് കോൺഫിഡൻഷ്യൽ ആയിട്ടിരിക്കും. നിങ്ങളുടെ ഭർത്താവ് അതിനല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഹോർമോൺസും മറ്റ് ടെസ്റ്റുകളും പിന്നെ സ്കാനിങ്ങും. അപ്പോൾ അറിയാം എന്താ കാര്യമെന്ന്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പണ്ട് ഇത് ചെയ്തതിൻ്റെ കാര്യം കൊണ്ടൊന്നും ആയിരിക്കില്ല ഇങ്ങനെ വന്നത്. നിങ്ങൾക്കല്ലാതെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നങ്ങളോ മറ്റോ കാണുമായിരിക്കും. ഇനി നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം. ചിലപ്പോൾ ഹസ്ബൻഡ് പ്രശ്നമായിരിക്കും. നമുക്കറിയില്ലല്ലോ, ടെസ്റ്റ് ചെയ്താലേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ പേടിപ്പെടുത്തുന്ന സംഭവത്തിൻ്റെ സംഭ്രമം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളാദ്യം സ്വയമേ പോയിട്ട് ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറോട് ഉള്ളത് പറഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പിന്നീട് ഭർത്താവിനോട് പറഞ്ഞ് നിങ്ങൾക്ക് 2 പേർക്കും കൂടി, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനായിരിക്കും കുഴപ്പം, 2 പേരെയും കൂടെ
ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടി ഡോക്ടറെ കാണുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഡോക്ടറോട് തനിയെ സംസാരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ആ സമയത്ത് ഡോക്ടറോട് യഥാർത്ഥത്തിലുള്ള കാര്യം പറയാം. പണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ പോയി ആദ്യം ഡോക്ടറെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ആദ്യം പോയി ഒരു ഡോക്ടറെ കാണുകയും ചെയ്യാം. അതിപ്പോൾ ഭർത്താവില്ലാത്തൊരു ദിവസം ഞാനങ്ങ് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാലും മതി. അപ്പോൾ അതിൽ സംശയമൊന്നും ആർക്കും തോന്നില്ല. നിങ്ങൾ തന്നെ ഒരു കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തു എന്നേ തോന്നുകയുള്ളൂ. അപ്പോൾ ഡോക്ടറോട് ആദ്യമേ പറയാം, ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയാം. ഒരിക്കലും ഡോക്ടർമാർ ഭർത്താക്കന്മാരോട് ഡിസ്ക്ലോസ് ചെയ്യില്ല. പക്ഷേ ഡോക്ടർമാരുടെ സത്യം പറയേണ്ടി വരും. അതിപ്പോൾ നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഡോക്ടറെ വിശ്വസിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകില്ല. അതൊന്ന് സ്കാൻ ചെയ്യുമ്പോഴേക്കും എഴുതുകയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ എഴുതുകയോ ഒന്നും ചെയ്യില്ല. ഡോക്ടർമാരുടെ എത്തിക്സിന് അത് എതിരുമാണ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങളും ഡോക്ടറും തമ്മിൽ ആദ്യം സംഭാഷണം ഉണ്ടാകത്തക്ക രീതിയിൽ നിങ്ങളത് ഡീൽ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഭർത്താവ് പറയാതെ വേറെ ഡോക്ടറെ കണ്ട് എല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, ഇന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യമായിട്ട് ബന്ധപ്പെട്ടതല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും പുതിയ ഡോക്ടറോട് പറയാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഭർത്താവിന് പുതിയ ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ടീച്ചർ തന്ന സുരക്ഷ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങൾക്കറിയാമല്ലോ കാര്യം. ഈ സുരക്ഷയില്ലാതെ ആദ്യത്തെ 10-15 നിമിഷമുള്ള ഒരു ആസ്വാദനമില്ലേ, ആ സമയത്ത് പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന സ്രവങ്ങളിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടി കാണും. അപ്പോൾ ഈ അവസാനത്തെ കാര്യത്തിന് വേണ്ടി നോക്കിയിടുക, അത് തടയുക എന്നുള്ളത് മാത്രമല്ല, ആദ്യമേ തന്നെ സുരക്ഷ ഉപയോഗിക്കേണ്ടതാണ്. അതായിരുന്നു അതിൻ്റെ കാരണം. എന്തായാലും ഇനി അടുത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ഈ ഒരു കാര്യം ഒഴിവാക്കിയത് കൊണ്ടാണോ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു സാധ്യത അങ്ങനെയും കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ അവിടെ കാണുമായിരിക്കാം, നമുക്കറിയില്ല. അത് സ്കാൻ ചെയ്ത് നോക്കിയെങ്കിലേ അറിയുകയുള്ളൂ. ചിലപ്പോൾ അതായിരിക്കണം എന്നില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെയൊക്കെ എത്രയോ പേര് ഇപ്പോൾ കല്യാണം കഴിച്ചവർക്ക് പോലും അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ആകുന്നില്ലേ. അപ്പോൾ അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എങ്കിലും ഹോർമോൺസിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ടുള്ള പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ചെക്ക് ചെയ്ത് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഡീൽ ചെയ്യാം.